ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മരണത്തിന്റെ അങ്ങേയറ്റം വരെ പോയിട്ടാ സച്ചിയുടെ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി പഴയതുപോലെ സച്ചിനെ ഒറ്റയ്ക്കിടാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അനുവേട്ട, അർച്ചനെ കണ്ടെത്താതെ ഒരിടത്തേക്കും തിരിച്ചു വരില്ലെന്ന് അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പ്രതിജ്ഞ എടുത്തതാ. ആ വാക്ക് തെറ്റിക്കാൻ എനിക്കാവില്ല. താനിങ്ങനെ ഇമോഷണൽ ആവാതെ സമാധാനപ്പെടെ. ഞാൻ ശ്രമിക്കാം. മതി, ശ്രമിക്കാന്ന് പറഞ്ഞല്ലോ. എടോ, കേസ് പുറത്തു കാണുന്നതൊക്കെ സങ്കീർണമാ. എങ്കിലും അവരെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയതൊക്കെ ഞാൻ ചെയ്യും. നിയമവും കോടതിയും വക്കീലും ഒന്നും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നിരപരാധികളെ രക്ഷിക്കാൻ കൂടിയുള്ളതാ. ആ അമ്മയ്ക്ക് വേണ്ടി എന്റെ പരമാവധി ഞാൻ ചെയ്തിരിക്കും. വാ വാ വാ. അമ്മേ, മനോരൂപേ, എന്റെ സച്ചി അവ കണ്ണു തുറന്നൂടാ. എന്റെ കുഞ്ഞിനിപ്പ എങ്ങനെയുണ്ട്? അമ്മ വിഷമിക്കണ്ട. സച്ചിക്ക് ബോധം തെളിഞ്ഞു. ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. സംസാരിക്കാനും പറ്റുന്നുണ്ട്. എന്റെ ഈശ്വര. പിന്നെ ഇന്ന് തന്നെ ചിലപ്പോ ICU മുറിയിലേക്ക് മാറ്റും. ആണോ മോനെ? നീ അവനെ കയറി കണ്ടോടാ? ആ, കണ്ടു. ദേ, അമ്മ ഇനി സച്ചിയുടെ പേരിൽ വിഷമിക്കണ്ട. അവനൊന്നും സംഭവിക്കില്ല. ഡോക്ടർമാർക്ക് ഇപ്പൊ നല്ല പ്രതീക്ഷയാ. അമ്മേ, സച്ചി രക്ഷപ്പെട്ടല്ലോ. പിന്നെ എന്തിനാ കരയുന്നേ? ആരാണ് നമ്മളോട് ഈ ചതി ചെയ്തത്? അതറിയില്ലമ്മേ. പക്ഷേ ഒരു കാര്യം സത്യ, അമ്മ പറഞ്ഞതുപോലെ ഇതൊരു ചതിയാ, അല്ലാതെ വെറും ഒരു ഭക്ഷ്യവിഷബാധയല്ല. നമ്മളെ തകർക്കാൻ വേണ്ടി ആരോ കരുതിക്കൂട്ടി പഴങ്കഞ്ഞിലി വിഷം കലർത്തിയതാ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത നമ്മളോട് ഇത്രയും വലിയ പാപം ചെയ്യാൻ ആർക്കാടാ മനസ്സ് വന്നത്? ആ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാമേ. ദേ, അമ്മയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആരതി വർമ്മ നാളെ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷ നൽകുന്നുണ്ട്. ജാമ്യം നാളെ തന്നെ കിട്ടുമെന്ന് ഉറപ്പില്ല. എന്നാലും അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇനി ഈ ജയിലിൽ കിടന്ന് മരിക്കാനും അമ്മയ്ക്ക് ഒരു പ്രയാസമില്ല. എന്റെ സച്ചിമോൻ രക്ഷപ്പെട്ടല്ലോ, എനിക്കത് മതി. പക്ഷേ അമ്മേ, ആ കടയിനി നമുക്ക് തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാട്ടുകാരെല്ലാം തല്ലിപ്പൊളിച്ചു. പോലീസുകാരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാരും കൂടി എല്ലാം സീൽ വെച്ച് പൂട്ടി. നാട്ടുകാർക്ക് നമ്മളിപ്പോ കാണുന്നത് വെറുപ്പോടെയാ. ജീവിക്കാൻ വേണ്ടി അമ്മ സന്തോഷത്തോടെ ഒരു തൊഴിൽ തുടങ്ങിയതാ. അതിങ്ങനൊരു മരണക്കെടിയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടാ. അമ്മ എങ്ങനെ അഴിക്കുള്ളിലാക്കിയതും സച്ചി ഈ അവസ്ഥയിലാക്കിയതും അതാരായാലും ഞാൻ അവരെ വെറുതെ വിടില്ല. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ പിന്നോട്ട് പോവില്ല. മോനെ, അമ്മയ്ക്ക് ഇനി ഒരാഗ്രഹമേ ഉള്ളൂ. സച്ചിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണം. അവനെ ഇങ്ങനെ തനിയെ വിട്ട പറ്റില്ല. ഡ്രൈവർമാരുടെ കൂടെയുള്ള അവന്റെ താമസം അതിനി വേണ്ട. അതിന് അവൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സമ്മതിപ്പിക്കണം. നീ അമ്മ പറഞ്ഞു അവനോട് പറഞ്ഞാൽ മതി, അവനത് സമ്മതിക്കും. ഞാൻ പറയാമേ. നിങ്ങളാരെങ്കിലും അമ്മയെ പോയി കണ്ടായിരുന്നോ? അനുപേട്ടൻ പോയിട്ടുണ്ട്.
അനുവേട്ടൻ വന്നല്ലോ. അനുവേട്ടാ, അമ്മയെ കണ്ടോ? എന്താ പറഞ്ഞേ? ആ, ജാമ്യത്തിന്റെ കാര്യം എന്തായി? ആ അതൊക്കെ ഉടനെ ശരിയാവും. ആ വക്കീൽ നമ്മളോട് കട്ടയ്ക്കാനുണ്ട്. അനുവേട്ടാ, അമ്മ എന്താ പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സച്ചിയോട് പറയാൻ അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ട്. സച്ചി അത് കേൾക്കണം. ഏട്ടത് കേട്ടാ മാത്രം പോരാ, അനുസരിക്കുകയും വേണം. ആശുപത്രി വിട്ടാ നീ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത്. നിന്നെ ഇനിയും ആ ഡ്രൈവർമാരുടെ കൂടെ വിടാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇത് അമ്മയുടെ തീരുമാനമാണ്. അനുവേട്ടാ, മരണത്തിന്റെ അങ്ങേയറ്റം വരെ പോയിട്ടാ സച്ചിയുടെ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി പഴയതുപോലെ സച്ചിനെ ഒറ്റയ്ക്കിടാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അനുവേട്ടാ, അർച്ചനെ കണ്ടെത്താതെ ഒരിടത്തേക്കും തിരിച്ചു വരില്ലെന്ന് അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പ്രതിജ്ഞ എടുത്തതാ. ആ വാക്ക് തെറ്റിക്കാൻ എനിക്കാവില്ല. അത് സച്ചിയടാ, നമ്മുടെ അച്ഛൻ പോയില്ലേ? ഇനി സച്ചി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് ആ വാക്കങ്ങ് മറന്നേക്ക്. സച്ചേട്ടാ, അമ്മ ജയിലിലും ഏട്ടൻ ഈ അവസ്ഥയിലും ഞങ്ങളെല്ലാം ഇപ്പോ ആ വീട്ടിൽ മരിച്ചതുപോലെയാ ജീവിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞങ്ങൾ ഏട്ടനെ എങ്ങോട്ടും വിടത്തില്ല. നാളെ അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ സച്ചിയുടെ അവിടെ ഉണ്ടാവണം. സച്ചി, അറിയാതെയാണെങ്കിലും നിനക്ക് വിഷം തന്നത് അമ്മയാണെന്നുള്ള കുറ്റബോധമുണ്ട്. അമ്മ വല്ലാത്തൊരവസ്ഥയില. നീ സുരക്ഷിതമായി അവിടെ ഉണ്ടെന്ന് കാണുമ്പോ ആ അമ്മയുടെ നെഞ്ചിലെ തീയണയും. അതുകൊണ്ട് നീ എതിരൊന്നും പറയരുത്. അമ്മയുടെ സങ്കടം എനിക്ക് കാണാം. പക്ഷേ അനുവേട്ട, അർച്ചന ഇവിടെ എവിടെയോ ഉണ്ട്. അവളില്ലാതെ എനിക്ക് പറ്റില്ല. ആ അതൊക്കെ സംഭവിച്ചു. പക്ഷെ നീ വീട്ടിൽ വന്ന് താമസിച്ചാലും അർച്ചനയെ കണ്ടുപിടിക്കാലോ. അത് മാത്രമല്ല, ഡോക്ടർ പറഞ്ഞു നിനക്ക് ഓർമ്മയില്ലേ, നല്ല റെസ്റ്റ് വേണം, കെയർ വേണം. വല്ല ഡ്രൈവർമാരുടെയും കൂടെ എവിടെയെങ്കിലും പോയി താമസിച്ചാ നിന്നെ ആരും നോക്കൂടാ. ചിലപ്പോൾ ഒരു അസുഖം വന്നാൽ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കാം. പക്ഷേ അതൊന്നും സ്വന്തം സഹോദരനെ നോക്കുന്ന പോലെ പറ്റില്ല. അനുവേട്ട, ഞാൻ സച്ചി, ഇക്കാര്യത്തിൽ ഇനിയൊരു ചർച്ചയില്ല. അമ്മയുടെ തീരുമാനം നീ അനുസരിച്ചേ പറ്റൂ. ആന്റി ജയിലിൽ നിന്ന് വരുമ്പോ ഏട്ടൻ ആ പൂമുഖത്ത് തന്നെ ഉണ്ടാവണം. ഇനിയെങ്കിലും ഞങ്ങളെ തനിച്ചാക്കി എങ്ങോട്ടും പോവല്ലേ ഏട്ടാ. മോളെ, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഇനി എന്ത് മനസ്സിലാക്കാൻ? മോളെ, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ഇവന് മനസ്സാവുന്നില്ലെങ്കിൽ ഇനി എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോട്ടെ. അനുവേട്ട, നമ്മളാരും ഇവന്റെ ആരും അല്ലല്ലോ. കുറച്ച് ഡ്രൈവർമാരല്ലേ അവന് വലുത്.